സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് അഥവാ ഇരപിടിയൻ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ആദ്യം സൺഡ്യൂ എന്ന സസ്യത്തെ പരിചയപ്പെടാം. ഈ ചെടി കാണാൻ എന്തൊരു ഭംഗിയാണ്. പ്രാണികളെ ചെടിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുകൂലനമാണ് ഇത്. ചെടിയുടെ ഭംഗിയിൽ ആകൃഷ്ടയാകുന്ന പ്രാണി അതിലെ പശയിൽ വന്ന് ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഓരോ ജീവജാലങ്ങൾക്കും അവയുടെ ജീവൻ നിലനിർത്തുന്നതിനും വളരുന്നതിനും എന്തെല്ലാം അനുകൂലനങ്ങളാണ് പ്രകൃതി നൽകിയിരിക്കുന്നത് എന്ന് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ. എത്ര വിദഗ്ധമായിട്ടാണ് അകപ്പെട്ട പ്രാണിയെ ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറ്റുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്രാണികളെ ഇപ്രകാരം കൊന്ന ശേഷം അവയുടെ ശരീരത്തിൽ നിന്ന് നൈട്രജനെ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് വീനസ് ഫ്ലൈ ട്രാപ്പിനെ പരിചയപ്പെടാം. പ്രാണികളെ പിടിക്കുന്ന മറ്റൊരു തരം സസ്യങ്ങളാണിവ. ഇവ ഇര പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇതിൽ 2 അടപ്പുകൾ പോലുള്ള ഭാഗങ്ങൾ കാണുന്നില്ലേ? ഇതിനകത്തായി നാരുകൾ പോലുള്ള ചില ഭാഗങ്ങൾ കാണാം. നാരുകൾ പോലുള്ള ഈ ഭാഗത്ത് ജീവിയുടെ കൈകാലുകൾ തട്ടുമ്പോൾ 20 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ അടപ്പുകൾ അടഞ്ഞ് ജീവി അതിനകത്തായി പെട്ടുപോകുന്നു. തുടർന്ന് ഇവയുടെ ശരീരത്തിൽ നിന്ന് നൈട്രജനെ വലിച്ചെടുക്കുന്നു. ഭാഗ്യത്തിന് ചിലവ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും.
ജീവിയിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം വലിച്ചെടുത്ത ശേഷം അവശിഷ്ടത്തെ പുറത്തു കളയുന്നു. ഇനി മറ്റൊരു ഇരപിടിയൻ സസ്യത്തെ കാണാം. ഇതാണ് പിച്ചർ ചെടി. ഈ ചെടിയുടെ ഇലകളാണ് പാത്രം പോലെ കാണപ്പെടുന്നത്. ഈ പാത്രം പോലുള്ള ഭാഗത്ത് ഒരു ദ്രാവകമുണ്ട്. ഇത് ദഹനരസമാണ്. ഈ പാത്രത്തിനകത്ത് വീഴുന്ന ജീവികളെ ദഹനരസം ദഹിപ്പിക്കുന്നു. ജീവിയെ വിഘടിപ്പിച്ച് സസ്യത്തിനാവശ്യമായ ഘടകങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഒരു എലി പിച്ചർ ചെടിയുടെ കെണിയിൽ വീഴുന്നത് നമുക്കൊന്ന് കാണാം. ഇരപിടിയൻ സസ്യങ്ങളുടെ സൂത്രങ്ങൾ മനസ്സിലായല്ലോ. ദഹിച്ച ജന്തുവിൻ്റെ ശരീരഭാഗത്തു നിന്നും സസ്യത്തിനാവശ്യമായ നൈട്രജൻ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് നൈട്രജൻ വലിച്ചെടുക്കുന്നതെന്ന് ഈ കുറിപ്പ് വായിച്ച് മനസ്സിലാക്കൂ. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.